കാലത്ത് എണീറ്റ വഴിക്ക് ഞാൻ എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. കാരണം ഇന്ന് വൈകിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം നമ്മുടെ ഇവിടെ ഒരു സ്കൂളിൽ ആനിവേഴ്സറി ആണ്. അപ്പോൾ ആനുവൽ ഡേക്ക് പോലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അവിടുത്തെ കലാപരിപാടികളൊക്കെ കാണല്. ഇങ്ങനെ ഒരു ആനുവൽ ഡേ ഞാൻ പഠിച്ച സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പരിപാടിയിൽ നമ്മുടെ ഒരു പയ്യൻ മാത്രം ഒരു പരിപാടിക്കില്ല എന്ന് പറഞ്ഞത് എന്തോ നോക്കിയേക്കുണ്ട്. അവൻ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് ആനുവൽ ഡേ ഒക്കെ കണ്ടു. സംഭവം അടിപൊളി പരിപാടിയായിരുന്നു. നല്ല തിരക്കുണ്ടായി. എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു ആനുവൽ ഡേ ഞാൻ കണ്ടിട്ടില്ലടോ. എൻ്റെ സ്കൂളിലൊക്കെ ആർക്കും വേണ്ടാത്തൊരു ആനുവൽ ഡേ ഉണ്ടോ, അതും പകല് മാത്രം. ഇവിടെ ഫുൾ നൈറ്റ്, ഫുൾ കളർഫുൾ അടിപൊളി പരിപാടി. നമുക്കൊക്കെ ഇങ്ങനത്തെ ഒരു ആനുവൽ ഡേ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേനെ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറേ കുറേ നേരം വെച്ചാൽ നല്ല അടിപൊളി പരിപാടികൾ ഉണ്ടായി കുട്ടികൾ, അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മുടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു ഈ സ്കൂളുകാരുടെ വക. പിന്നെ ഫുഡ് നമ്മുടെ മെയിൻ ആണല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് അടിക്കാണ്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ഫുഡ് അടിക്കാനായിട്ട് ചെന്നു. ഫുഡ് അടിക്കാൻ ചെന്നപ്പോഴാണ് ഈ ഒരു ക്യൂ കണ്ടത്. അപ്പം തന്നെ തോന്നി വേണോ വേണ്ടേന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ അവർ വെടിക്കെട്ടും തുടങ്ങി. ഇതിൻ്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. വെടിക്കെട്ടൊക്കെ കണ്ട് നല്ല അടിപൊളി വെടിക്കെട്ട്. പിന്നെ നമ്മൾ തൃശ്ശൂരൊക്കെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണല്ലോ. വെടിക്കെട്ടില്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം. അങ്ങനെ അവിടെ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. വെടിക്കെട്ട് നടക്കുന്ന ഇടയിൽ നമ്മൾ നേരെ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ ഓർഡർ ചെയ്തപ്പോൾ നമുക്കുള്ള മസാല ദോശയാണ് ആ അപ്പ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കിടിലനായിട്ട് ഉണ്ടാക്കിക്കോന്ന്. അങ്ങനെ മസാല ദോശയൊക്കെ കിട്ടി. മസാല ദോശ കഴിച്ച് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ